Hello everyone. Welcome to Insider Search Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 നവംബർ 24 മുതൽ 28 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റുകൾ തുടർച്ചയായ മൂന്നാം ആഴ്ചയും ശക്തമായ നേട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബലിയുള്ള അനുകൂല സാഹചര്യങ്ങളാണ് നിക്ഷേപകരുടെ ഈ ഒരു മനോഭാവം മെച്ചപ്പെടുത്താൻ ഇടയായത്. ഡിസംബർ മാസത്തിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയും അമേരിക്കൻ ഫെഡറൽ റിസർവും പലിശ നിരക്കുകളിൽ ഇളവ് വരുത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് വിപണിയിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് നിലനിർത്താൻ സഹായിക്കുന്നത്. ആഴ്ചയുടെ അവസാനം സെൻസസ് 85,706 നിന്ന് 474 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 26,202 നിന്ന് 134 പോയിന്റ് ഉയർന്ന് ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സസ് എല്ലാം തന്നെ നല്ല വളർച്ചയാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത ആഴ്ച മന്ത്ലി സെയിൽസ് ഡേറ്റ, ഇന്ത്യ US ട്രേഡ് ഡിസ്കഷൻസ്, ക്രൂഡ് ഓയിൽ, ഗോൾഡ് പ്രൈസ് കൂടാതെ പ്രധാന മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്നിവയാണ് മാർക്കറ്റിന്റെ ദിശ നിർണ്ണയിക്കാൻ പോകുന്നത്. ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങളിലും ഇന്ത്യൻ ഇൻഡെക്സസ് പ്രോഫിറ്റ് ബുക്കിംഗും US ഫെഡ് മീറ്റിംഗിലുള്ള മുൻകരുതലും കാരണം താഴോട്ടാണ് നീങ്ങിയിട്ടുള്ളത്. മൺഡേ സെൻസസ് 331 പോയിന്റും ട്യൂസ്ഡേ 313 പോയിന്റും നഷ്ടപ്പെട്ടു. FII വിറ്റൊഴിക്കൽ, രൂപയുടെ നിസ്സഹായത, ഡെറിവേറ്റീവ്സ് എക്സ്പയറി എന്നിവ മാർക്കറ്റിനെ സമ്മർദ്ദത്തിലാക്കി. വെനസ്ഡേ 3 ദിവസത്തെ ഇടിവിന് അവസാനം ശക്തമായ തിരിച്ചറിവ് നടന്നു. സെൻസസ് 1022 പോയിന്റ് ഉയരുകയും നിഫ്റ്റി 320 പോയിന്റ് ഉയരുകയും ചെയ്തു. തേഴ്സ്ഡേ ഇൻഡെക്സ് പുതിയ ഓൾ ടൈം ഹൈ എത്തിയെങ്കിലും ഡേ എൻഡിൽ പ്രോഫിറ്റ് ബുക്കിംഗ് മൂലം ചെറിയ തോതിൽ മങ്ങലുണ്ടായിട്ടുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ശക്തമാണെന്ന് IMF റിപ്പോർട്ട് ചെയ്തു. 2025-26 സാമ്പത്തിക വർഷത്തിൽ 6.6% വളർച്ച ഉണ്ടാകുമെന്നാണ് IMF നിരീക്ഷിക്കുന്നത്. GST പരിഷ്കാരങ്ങളും ആഭ്യന്തര ആവശ്യകതയും GDPയിൽ ഉണ്ടായ 7.8 വളർച്ചയുമാണ് സമ്പദ് വ്യവസ്ഥയുടെ കരുത്ത് വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ അഡ്വാൻസ്ഡ് എക്കോണമി ആക്കുന്നതിന് സ്ട്രക്ചറൽ റിഫോംസ് കൂടുതൽ ശക്തമാക്കണമെന്നും IMF നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നിക്ഷേപകരിൽ കൂടുതൽ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്തു. ആഗോള വിപണികൾ ഈ ഒരാഴ്ച വ്യത്യസ്ത സൂചനകളാണ് നൽകുന്നത്. ജപ്പാനിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ 2.7% ആയി താഴ്ന്നുവെങ്കിലും ഇത് ബാങ്ക് ഓഫ് ജപ്പാന്റെ ലക്ഷ്യമായ 2%നേക്കാൾ ഉയർന്നതിനാൽ റേറ്റ് ഹൈക്ക് സാധ്യത കൂടുതലായി. ചൈനീസ് ഇൻഡസ്ട്രിയിൽ കമ്പനികളുടെ ലാഭം ഒക്ടോബറിൽ 5.5% ആയി ഇടിഞ്ഞത് ആഗോള മാർക്കറ്റുകളെ ആശങ്കയിലാക്കി. ഓസ്ട്രേലിയയിൽ CPI 3.8% ആയി ഉയർന്നതും അമേരിക്കയിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ 0.3 ആയി ഉയർന്നതും മാർക്കറ്റുകളിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കൻ കൺസ്യൂമർ കോൺഫിഡൻസ് 88.7 ആയി താഴ്ന്നത് ഉപഭോക്തൃ ചെലവിൽ മങ്ങലുണ്ടായതിന്റെ സൂചനയാണ്. സർവീസ് മേഖലയിലെ ചെലവ് 31% വരെ ഉയർന്നതും ഉപഭോക്തൃ ചെലവ് 8.8% ആയി ഉയർന്നതും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വളരുന്നതിന്റെ തെളിവാണ്. ഡിജിറ്റൽ ഇടപാടുകൾ, പ്രത്യേകിച്ച് UPI വലിയ തോതിൽ ഉയരുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 8.2% ആയി ഉയർന്നതും GDPയിൽ 2 ലക്ഷം കോടി രൂപ അധിക വളർച്ച രേഖപ്പെടുത്തിയതും സാമ്പത്തിക നിലപാടുകൾ കൂടുതൽ സ്ഥിരതയോടെ നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. വിലക്കയറ്റം കുറച്ച് ഉയർന്നുവെങ്കിലും ഇൻഫ്ലേഷൻ 5.6% രേഖപ്പെടുത്തിയതോടെ പൊതുവായ വിപണിയിൽ ജാഗ്രതയോടെയുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യവില 7.8% വരെ വർദ്ധിച്ചതും ചെലവുകൾ ഉയർന്നതിന് കാരണമായി. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെന്റിമെന്റുകൾ ഹീലിംഗ് മോഡിൽ തുടരുന്നതിനാൽ ബെഞ്ച്മാർക്ക് റാലിയിൽ ഇവിടങ്ങളിൽ വലിയ പങ്കാളിത്തമൊന്നും ഉണ്ടായിട്ടുമില്ല. മൊത്തത്തിൽ മാർക്കറ്റ് നോക്കുമ്പോൾ ആഭ്യന്തര വിപണിയുടെ അടിസ്ഥാനങ്ങൾ കരുത്താർജിച്ച് നിലനിൽക്കുന്നുണ്ടെങ്കിലും ആഗോള അവസ്ഥകളും കേന്ദ്ര ബാങ്കുകളുടെ തീരുമാനങ്ങളും അടുത്ത ദിവസങ്ങളിൽ ബിഗ് മൂവ് നിർണ്ണയിക്കുന്നതാണ്. RBIയും US ഫെഡും പലിശ നിരക്ക് ഇളവ് നൽകിയേക്കാമെന്നുള്ള ഒരു കാര്യം വിപണിയിൽ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ, ഗോൾഡ്, ഡോളർ ഇൻഡെക്സ്, FIs ഇൻഫ്ലോ, ഇന്ത്യ US ട്രേഡ് നെഗോഷിയേഷൻസ് എന്നിവയും വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. നിക്ഷേപകർക്ക് വരാനിരിക്കുന്ന ആഴ്ചയിൽ വോളറ്റൈലിറ്റി കൂടുതലുള്ളാകാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ബാലൻസ്ഡ് ആൻഡ് കോഷ്യസ് അപ്രോച്ച് വളരെ പ്രധാനമാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ ലോങ് ടേം ഗ്രോത്ത് സ്റ്റോറി ശക്തമായതും വിപണി ഉയർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.